നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേര് മോഷൻ ഇൻ എ പ്ലെയിൻ. അപ്പം മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മോഷൻ ഇൻ സ്ട്രേറ്റ് ലൈൻ കണ്ടു അല്ലേ? ഒരു സ്ട്രേറ്റ് ലൈനിൽ കൂടി ഒരു ഒബ്ജക്റ്റീവാണ് മോഷൻ ഇൻ സ്ട്രേറ്റ് ലൈൻ ആണ്. ഇനി പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇതൊരു പ്ലെയിൻ ആണ്, ഒരു 2D സർഫസ് ആണ്. അപ്പോൾ ഇതിൽ കൂടെ പോകുന്ന ഏത് ഒബ്ജക്റ്റും ഒരു പ്ലെയിനിൽ കൂടെയാണ് പോകുന്നത്. അത്രയേ ഉള്ളൂ മോഷൻ ഇൻ പ്ലെയിൻ. പക്ഷേ ഈ മോഷൻ ഇൻ എ പ്ലെയിനിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ടൂൾസ് വേണം. ആ ടൂളിൻ്റെ പേരാണ് വെക്റ്റേഴ്സ്. അപ്പോൾ വെക്റ്റേഴ്സ് പഠിച്ചാലേ ഈ മോഷൻ ഇൻ എ പ്ലെയിൻ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. അത് എന്തുകൊണ്ടാണെന്നൊക്കെ നമുക്ക് വൈകാതെ നമ്മൾ കാണും. പക്ഷെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എന്തിന് നമുക്ക് വെക്റ്റേഴ്സ് വേണം ഈ മോഷൻ ഇൻ എ പ്ലെയിൻ പഠിക്കാൻ. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഇത് നമ്മുടെ ആകാശമാണ്. ആകാശത്തിലൂടെ ഒരു എയ്റോപ്ലെയിൻ ഇങ്ങനെ പറന്നു പോവാണ്. ഓക്കെ, പക്ഷേ ഈ ആകാശത്ത് എയ്റോപ്ലെയിൻ മാത്രമല്ല, വേറൊരു സംഭവം കൂടെ ഉണ്ട്. എന്താണത്? കാക്കയും പക്ഷികളൊന്നുമല്ല, എന്തുണ്ട്? വിൻഡുണ്ട്, കാറ്റുണ്ട്. അപ്പോൾ ഈ കാറ്റ് എന്ത് ചെയ്യും? കാറ്റിന് ഏത് ഡയറക്ഷനിൽ വേണേൽ ആക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഇമാജിൻ ചെയ്യാം കാറ്റ് ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് ഈ ഡയറക്ഷനിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇമാജിൻ ചെയ്തോ, നമ്മുടെ എയ്റോപ്ലെയിൻ്റെ പൈലറ്റ് ഈ സ്റ്റിയറിംഗ് വീല് നേരെ പിടിച്ചാൽ പോകുന്നത് വിചാരിക്കും. അപ്പോൾ എന്ത് പറ്റും? എയ്റോപ്ലെയിൻ നേരെ തന്നെ ഇങ്ങനെ പോകും, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ വിൻഡ് ഇവിടുന്ന് ഇങ്ങോട്ട് ആക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മുടെ പൈലറ്റ് സ്റ്റിയറിംഗ് വീല് നേരെ പിടിച്ചു പോയാൽ പ്ലെയിൻ നേരെ തന്നെ പോയി ഇവിടെ എത്തുമോ, അല്ലെങ്കിൽ പ്ലെയിൻ ഇങ്ങനെ ചെരിയോ? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. നമ്മുടെ ഈ പ്ലെയിനിൻ്റെ ഈ എൻജിൻ്റെ വെലോസിറ്റി എന്താണ്? എൻജിൻ കൊണ്ടുള്ള സ്പീഡ് നമുക്ക് ഈ നൂല് വെച്ച് കാണിക്കാം. അതേസമയം നമ്മുടെ വിൻഡിൻ്റെ സ്പീഡ് ഇവിടുന്ന് അങ്ങോട്ടും കാണിക്കാം. അപ്പോൾ നമ്മുടെ എൻജിൻ മാത്രം വർക്ക് ചെയ്യാണ്, പൈലറ്റ് സ്റ്റിയറിംഗ് വീൽ നേരെ പിടിക്കുകയാണ്. എന്ത് സംഭവിക്കും? പ്ലെയിൻ ഇങ്ങനെ പോകും, ഒരു പ്രശ്നമില്ലാണ്ട് പോകും. ഇനി നമ്മുടെ വിൻഡുള്ള സമയത്ത് പൈലറ്റ് സ്റ്റിയറിംഗ് വീൽ നേരെ പിടിച്ച് ഓടിക്കാൻ വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ പ്ലെയിൻ എങ്ങനെ പോകും? അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിക്കോളൂ. പൈലറ്റ് നേരെ ഓടിക്കുന്നുണ്ട്, വിൻഡ് സൈഡിലേക്ക് വലിക്കുന്നുണ്ട്. പൈലറ്റ് നേരെ ഓടിക്കുന്നുണ്ട്, വിൻഡ് സൈഡിലേക്ക് വലിക്കുന്നുണ്ട്. പൈലറ്റ് നേരെ ഓടിക്കുന്നുണ്ട്, വിൻഡ് സൈഡിലേക്ക് വലിച്ചിട്ട് പ്ലെയിൻ പോകുന്നു. നോക്കിക്കേ, പ്ലെയിൻ എങ്ങനെയാണ് പോയത്? ഇവിടെ പ്ലെയിന് ഇങ്ങനെയല്ല, ഇങ്ങനെയല്ല, ഇങ്ങനെ ഒരു മോഷനിലാണ് പോയത്. അതെന്തുകൊണ്ടാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ പ്ലെയിനിൻ്റെ എൻജിൻ്റെ സ്പീഡ് നമുക്ക് ഇമാജിൻ ചെയ്യാം 30 മീറ്റർ/സെക്കൻഡ് ആണ്. ഇനി വിൻഡിനൊരു സ്പീഡ് ഉണ്ടാവില്ല. വിൻഡ് ഈ പ്ലെയിനിനെ ഇങ്ങോട്ട് പുഷ് ചെയ്യുന്നുണ്ട്. അതൊരു വാല്യൂ ഉണ്ട്. അതിൻ്റെ വാല്യൂ 20 മീറ്റർ/സെക്കൻഡ് ആണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ ലീനിയർ അഡിഷൻ അല്ലേ, നമ്മൾ വെലോസിറ്റീസും സ്പീഡൊക്കെ എങ്ങനെ ആഡ് ചെയ്യുക? ജസ്റ്റ് ആഡ് ചെയ്യാൻ 2 നമ്പേഴ്സ്. അപ്പോൾ പ്ലെയിനിൻ്റെ ടോട്ടൽ സ്പീഡ് എന്ന് വെച്ചാൽ നിങ്ങൾ പറയും 30 + 20 = 50 മീറ്റർ/സെക്കൻഡ് എന്ന് പറയും. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ തോന്നുന്നുണ്ടോ ഈ പ്ലെയിനിൻ്റെ വെലോസിറ്റി 50 മീറ്റർ/സെക്കൻഡ് ആണെന്ന് ശരിക്കും തോന്നുന്നുണ്ടോ? ചാൻസ് ഇല്ല. എപ്പോഴാണ് ഈ 30 + 20 ആപ്ലിക്കബിൾ ആവുക? ഈ പ്ലെയിനിന് ഇങ്ങോട്ട് 30 ഉണ്ട്, അതേ ഡയറക്ഷനിലും 20 കൂടി ഉണ്ടെങ്കിൽ 30 + 20 = 50 ഇടാം. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇങ്ങോട്ട് 30, ഈ ഡയറക്ഷനിലേക്കാണ് 20. അപ്പോൾ ശരിക്കും ഫൈനൽ വെലോസിറ്റി 50 ആയിരിക്കും. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിളും കൂടി തരാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 30 അങ്ങോട്ടായിരുന്നു, വിൻഡ് അവിടുന്ന് ഇങ്ങോട്ടായിരുന്നു. അതായത് പ്ലെയിനിൻ്റെ മോഷനെ ഒപ്പോസിറ്റ് ചെയ്യുമായിരുന്നു വിചാരിച്ചു. അപ്പോൾ 30 അങ്ങോട്ടും 20 ഇങ്ങോട്ടും ആണെങ്കിൽ ടോട്ടൽ സ്പീഡ് എത്രയായിരിക്കും? 30 + 20 ആയിരിക്കില്ല, 30 - 20 ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, എപ്പോഴും ഈ സ്പീഡും വെലോസിറ്റീസും എന്താണ്? നേരെ ആഡ് ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഒരു പ്ലെയിനിലെ മോഷനെ പറ്റി പറയുമ്പോൾ. അപ്പം അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ, അതായത് ഒരു സാധനത്തിന് തന്നെ 2 സ്പീഡ് ഉണ്ട് അല്ലേ, 2 സ്പീഡ് ഉണ്ട്, രണ്ടും വേറെ വേറെ ഡയറക്ഷനാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ ഇതിന് 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യുമെന്നും, അതേപോലെ തന്നെ ഈ പ്ലെയിൻ എങ്ങനെയാണ് പോയത്? പ്ലെയിൻ നേരെയല്ല ഇങ്ങനെയല്ല പോയത്, മറിച്ച് ഈ ഒരു ആംഗിൾ ഉണ്ടാക്കിയിട്ടാണ് പോയത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി നമുക്ക് എന്ത് വേണം? നമുക്ക് വെക്റ്റർ അഡിഷൻ എന്നുള്ള പുതിയൊരു സംഗതി പഠിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു പ്ലെയിനിലെ മോഷനിൽ നമുക്ക് ഈ നമ്പേഴ്സ് ഒന്നും വെറുതെ എടുത്ത് അങ്ങോട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടി നമുക്കൊരു സ്പെഷ്യൽ ടൈപ്പ് അഡിഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനൊക്കെ വേണം. അതാണ് ഈ ചാപ്റ്ററിലെ ഇൻട്രോ ഭാഗത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് വെക്റ്റേഴ്സിൻ്റെ അഡിഷനും വെക്റ്റേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനും. അത് പഠിച്ചു കഴിഞ്ഞാൽ
ഈ മോഷൻ എന്ന പ്ലെയിനിലേക്ക് നമുക്ക് കടക്കുകയും ചെയ്യാം, വളരെ ക്ലിയർ ആയിട്ട് അതിൻ്റെ ഡൈനാമിക്സ് നമുക്ക് പഠിക്കുകയും ചെയ്യാം.